മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി എന്തും ചെയ്യാൻ കേരളത്തിലെ BJP പ്രവർത്തകർക്ക് ഒരു മടിയുമില്ല. അതിനെ മുന്നോടിയായി അവർക്ക് നൽകുന്ന സമ്മാനമായി കേരളം മുഴുവൻ ഞങ്ങൾ ഇങ്ങ് എടുക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ് സുരേഷ് ഗോപി. തൃശ്ശൂർ ഇങ്ങ് എടുക്കാൻ പോവുകയാണെന്ന് 2 തവണ പറഞ്ഞിട്ട് 3-ാം തവണയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. കേരളം ഇനി കുറേ കാലം കൊണ്ട് എടുക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇനി പൊങ്ങുമോ സാറ് BJP എടുത്താ? അല്ല, സുരേഷ് ഗോപി അത് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ഈ ദാ പോയി ദാ വന്നു വന്നു എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷാപ്രയോഗമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഒരു നിശ്ചയദാർഢ്യം ആ വാചകത്തിൽ പ്രകടമാകുന്നുണ്ട്. അത് കേരളത്തിൽ മാറി വരുന്ന രാഷ്ട്രീയം ഏതൊരാളിനെയും ചിന്തിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം കേരളത്തിൻ്റെ BJP സംസ്ഥാന നേതൃത്വത്തിന് ഒരു പുതിയ പ്രസിഡൻറ്റ് വന്നിരിക്കുകയാണ്. ആ പ്രസിഡൻറ്റ് ഒരു സാമ്പ്രദായിക രാഷ്ട്രീയ നേതാവല്ല. അദ്ദേഹം ദീർഘകാലം സ്തുത്യർഹമായ നിലയിൽ ഇന്ത്യൻ IT മണ്ഡലത്തെ നയിച്ച ഒരാളാണ്. നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഗുരുവാണ് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ. ഇന്ത്യയിൽ IT വിപ്ലവം വന്നത്, നിയമപരമായ പരിരക്ഷയോടെ വന്നത് 2000 ഒക്ടോബറിലാണ്. അന്ന് അതിന് ആദ്യമായിട്ട് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു IT മന്ത്രി ഉണ്ടായി. പ്രമോദ് മഹാജനായിരുന്നു ഇന്ത്യയിലെ ഒന്നാമത്തെ IT മന്ത്രി. ഇൻഫർമേഷൻ ടെക്നോളജി എന്താണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ അറിയാൻ തുടങ്ങിയത് അതോടുകൂടിയാണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ നിയമപരമായി അംഗീകാരത്തിലാവുന്നതും ആ വർഷമാണ്. അതായത് ഈ IT നിയമം ഡ്രാഫ്റ്റ് ചെയ്ത് ലോക്സഭ പാസ്സാക്കി അത് നിയമമായത് അന്നാണ്. ഈ ദിവസമാണ് ഈ 2002 ഒക്ടോബറിൽ. അന്ന് രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ അതിൽ ഒപ്പിട്ടതോടുകൂടി ഇന്ത്യയിൽ IT വിപ്ലവത്തിന് തുടക്കമായി. IT എന്ന് പറയുന്നത് അതുവരെ നമുക്ക് ഒരു ഫാഷനോ ഒക്കെ ആയി ആളുകൾ കൊണ്ട് നടക്കുമ്പോൾ അത് ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു മിഷനായി മാറുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ് IT എന്ന് അന്ന് അത് ഉച്ചരിക്കുന്നവർക്കും പറയുന്നവർക്കും ഒന്നും വ്യക്തതയില്ലായിരുന്നു. IT എന്ന് പറയുന്നത് മനുഷ്യൻ്റെ 4ാം തലമുറയിലെ ലാംഗ്വേജാണ്. IT ഈസ് എ കമ്മ്യൂണിക്കേഷൻ എയ്ഡ്. IT എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാങ്കേതികമായ വിവര കൈമാറ്റ പ്രക്രിയയായിട്ടാണ് നമ്മൾ വിവരമുള്ളവരെന്ന് കരുതുന്നവർ വരെ ധരിച്ചിരുന്നത്. എന്നാൽ IT എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആശയവിനിമയത്തിനുള്ള ഒരു 4th ജനറേഷൻ ലാംഗ്വേജാണ് എന്ന കാര്യം അതോടെ വ്യക്തമാവുകയായിരുന്നു. എന്താണ് 1ാം തലമുറയിലെ ലാംഗ്വേജ്? നമ്മൾ മനുഷ്യൻ കുലം ആരംഭിച്ചപ്പോൾ കമ്മ്യൂണിക്കേഷന് കൈകാലുകൾ ഗസ്റ്റേഴ്സാണ് ഉപയോഗിച്ചത്, ആംഗ്യഭാഷ. ആംഗ്യഭാഷയിൽ നിന്ന് അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് നമ്മൾ വാമൊഴിയായി, അല്ലേ, ശബ്ദം കൊണ്ട് സംസാരിക്കുന്നത്. വായ്മൊഴിയിൽ നിന്ന് പിന്നീട് നമ്മൾ ലിഖിത ഭാഷയിലേക്ക് വന്നു, വരമൊഴി വന്നു. അപ്പോൾ ഈ ആംഗ്യഭാഷയും വാമൊഴിയും വരമൊഴിയും കഴിഞ്ഞ് അച്ചടി ഭാഷയെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം അതുവരെ ആണ് മനുഷ്യൻ്റെ വികാസം ഈ അച്ചടിയുടെ വികാസത്തോടുകൂടി വികസനമായി നിൽക്കുകയായിരുന്നു 20ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യം വരെ. 21ാം നൂറ്റാണ്ട് പിറക്കുമ്പോഴാണ് നമുക്ക് ഒരു 3ാം ലാംഗ്വേജ് എന്ന നിലയിൽ ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി അങ്ങനെ മനുഷ്യൻ്റെ വികാസ ചരിത്രത്തിലെ 4ാം ലാംഗ്വേജായി മാറി. ഈ 4ാം ലാംഗ്വേജിലെ പ്രയോക്താക്കൾ എല്ലാവരും അന്നത്തെ യുവാക്കളായിരുന്നു. അവർ സാങ്കേതിക പരിജ്ഞാനം നേടിയവരും. ഈ ലാംഗ്വേജിനൊരു വേറൊരു പ്രത്യേകതയുണ്ട്. മുൻ ലാംഗ്വേജുകളെല്ലാം 3 തലമുറ ലാംഗ്വേജുകളും സംയോജിച്ചിട്ടുള്ള ഒരു പുതിയ ലാംഗ്വേജായിരുന്നു. ഇതിന് ദേശഭാഷ വ്യത്യാസമില്ലാതെ ലോകമെങ്ങും വ്യാപിക്കാൻ കഴിയുന്ന ഒരു ഭാഷയും കൂടിയായിരുന്നു. അപ്പം മനുഷ്യൻ്റെ ആശയവിനിമയ ശേഷിയിലെ ഏറ്റവും നൂതനമായ ഒരു സങ്കേതമായി IT ലോകമെങ്ങും വ്യാപിക്കുകയും വികസിക്കുകയും ചെയ്തു. തൊഴിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ലാത്ത ജീവിത മേഖലകളില്ല. ഏത് രംഗത്തും ITയുടെ ആപ്ലിക്കേഷനുണ്ട്. ITയുടെ പ്രയോഗം കൊണ്ടേ അത് നടക്കൂ എന്നായി. ഇന്ത്യൻ IT വിപ്ലവത്തിൻ്റെ ആ ശുഭ സന്ദർഭത്തിലാണ് രാജീവ് ചന്ദ്രശേഖറെ പോലെയുള്ള ആളുകൾ
സംരംഭകരെന്ന നിലയിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം അമേരിക്കയിലെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യ ഒരു പുതിയ സാങ്കേതിക യുഗത്തിലേക്ക് കാലുവയ്ക്കുകയായിരുന്നു. അതിൻ്റെ നേതൃസ്ഥാനത്ത് എത്താൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ആ അവസരം ഏറ്റവും എഫക്റ്റീവായി പ്രയോഗിക്കുകയും ഇന്ത്യയിലെ IT വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്കും IT-യുടെ ഉപയോഗത്തിൻ്റെ വ്യാപനത്തിനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും സഹകരണവും അദ്ദേഹത്തിൻ്റെ ബ്രെയിനും വളരെ അളവിൽ സഹായിച്ചു. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹം ഈ സാങ്കേതിക മണ്ഡലത്തിൽ നിന്ന് വ്യവസായത്തിലേക്ക് വരികയും വ്യവസായത്തിൽ നിന്ന് ബാംഗ്ലൂർ ആസ്ഥാനമാക്കി അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്കും വരുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് തുടർച്ചയായി അദ്ദേഹം 3 തവണ രാജ്യസഭാംഗമായി. ബാംഗ്ലൂർ സിറ്റിയുടെ വളർച്ചയ്ക്കും വികാസത്തിനും നമ്മ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞ സംഘടനകളൊക്കെ അതിലൂടെയൊക്കെ അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനത്തിനും രംഗത്ത് വന്നു. അപ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാടായിരുന്നു. അപ്പോൾ ഈ വലിയ വലിയ മാതൃകകളൊക്കെ സാമൂഹ്യ മണ്ഡലത്തിലുള്ള യുവാക്കളുടെ മാതൃകകളൊക്കെ വരുന്നത് നേരത്തെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ആളുകൾ വരുന്ന വക്കീലന്മാർ, അധ്യാപകർ, വിദ്യാർത്ഥി നേതാക്കൾ ഒക്കെ ആയിട്ടായിരുന്നു. പിന്നീട് അതൊക്കെ ആയിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള വഴികൾ. ഈ തരം പ്രൊഫഷനിലൂടെയൊക്കെ വന്നായിരുന്നു. മറിച്ച് കോർപ്പറേറ്റ് വേൾഡിൽ നിന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തുടങ്ങി. നന്ദൻ നിലേക്കനി, അതും ഒരു ബാംഗ്ലൂരിയനാണ്. ഇൻഫോസിസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ നന്ദൻ നിലേക്കനി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, അദ്ദേഹമാണ് നമുക്ക് ഈ ആധാർ കാർഡ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു മിഷൻ ഏറ്റെടുത്ത് വർക്ക് ചെയ്തതാണ്. അപ്പോൾ നന്ദൻ നിലേക്കനിയെ പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ആ സാങ്കേതിക മണ്ഡലത്തിൽ നിന്നും രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് വരികയായിരുന്നു. ആ എൻട്രി ഒരു ഭയങ്കര സക്സസ് ആയിരുന്നു ഇന്ത്യയുടെ വികാസത്തിന്. അങ്ങനെയുള്ള ഒരാൾ തിരുവനന്തപുരത്ത് മത്സരിച്ചു പാർലമെൻറ്റിലേക്ക്. ചെറിയ 15,000 വോട്ടിന് അദ്ദേഹം ശശി തരൂരിനോട് തോറ്റെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ്റെ കഴിവും പ്രാപ്തിയും അറിയുന്നവരാണ് കേരളീയർ. അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ BJPയെ നയിക്കാനെത്തിയിരിക്കുന്നു. കേരളത്തിൽ യുവാക്കളിൽ ഇതിനേക്കാൾ വലിയൊരു ആവേശം ഉണ്ടാകാനില്ല. ഇതൊരു പക്ഷേ 1970കളുടെ കാലത്ത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിന് കേരളത്തിൽ കിട്ടിയത് പോലെ ഒരു സ്വീകാര്യത BJPക്ക് ഇപ്പോൾ ലഭിക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ എൻട്രി സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു.